മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ പാവനമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, മാതാപിതാക്കൾ, ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കർത്തൃസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വ്യത്യസ്തമായ സമയത്തും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവമക്കൾക്ക് നന്ദിയും അറിയിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. നമുക്ക് ഒന്നും കൂടെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. It is not to angels that he has subjected the world to come, about which we are speaking. But there is a place where someone has testified. What is mankind that you are mindful of them? A son of man that you care for him. You made them a little lower than the angels. You crowned them with glory and honor and put everything under their feet. In putting everything under them, God left nothing that is not subject to them. Yet at present, we do not see everything subject to them. But we do see Jesus, who was made lower than the angels for a little while, now crowned with glory and honor, because he suffered death, so that by the grace of God he might taste death for everyone. In bringing many sons and daughters to glory. Enough. Praise God. Thank you, Dina sister. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ 2-ാമത്തെ അധ്യായം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദൂതന്മാരുടെ അവസ്ഥകളെ കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ പരാമർശിച്ചു. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമ്മളോടുള്ള ബന്ധത്തിലും ദൂതന്മാരുടെ അവസ്ഥകളെ കുറിച്ച് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച്, ദൂതന്മാരെക്കാളും യേശുക്രിസ്തു ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, സ്രഷ്ടാവാണ്, ആരാധ്യനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചു. കൂടാതെ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളെ ശുശ്രൂഷിക്കുവാനുള്ളവരാണ് ദൂതന്മാർ എന്നും അവിടെ പറഞ്ഞു വെച്ചു. അതിനിടയിൽ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു ഒരു താക്കീത് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതായി. ആ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 5-ാം വാക്യം തൊട്ട് വീണ്ടും 14-ാം വാക്യത്തിൽ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുന്നു. ഇവിടെയും ദൂതന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നമ്മുടെ നോട്ടത്തിൽ ഇല്ല. അത് 1-ാം അധ്യായം കൊണ്ട് തീർന്നതാണ്. എന്നാൽ ഇവിടെ നാം വീണ്ടും കാണുന്നു ഭാവി ലോകത്തെ ദൈവം
കീഴ്പ്പെടുത്തി കൊടുത്തത് ദൂതന്മാർക്ക് അല്ലല്ലോ എന്ന്. സ്തോത്രം. ഭാവി ലോകത്തെ ദൈവം കീഴ്പ്പെടുത്തി കൊടുത്തത് ദൂതന്മാർക്ക് അല്ലല്ലോ എന്ന് നാം കാണുന്നു. സ്തോത്രം. പിന്നെ ആർക്കാണ് എന്നാണ് നാം അവിടെ കാണുന്നത്? സ്തോത്രം. ദൈവം ഭാവി ലോകത്തെ കീഴാക്കി കൊടുത്തത് മനുഷ്യർക്കാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, മാൻകൈൻഡ്. ഇപ്പോൾ ദൂതന്മാരെ യേശുക്രിസ്തുവിനേക്കാൾ താഴെയും മനുഷ്യരെക്കാൾ താഴെയുമായിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളിലും അപ്പോസ്തലൻ ചിത്രീകരിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ ദൂതന്മാർ നമുക്കും കീഴെ എന്ന ആശയമല്ലെങ്കിലും നമ്മൾ ദൂതന്മാർക്കും മീതെ എന്ന ആശയം അവിടെയുണ്ട്. ഫലത്തിലൊന്നല്ലേ എന്ന് ചിന്തിച്ചേക്കാം, അതെ. പക്ഷെ ദൂതന്മാരെ താഴ്ത്തിക്കെട്ടുകയല്ല ഇവിടുത്തെ ഉദ്ദേശം. സ്തോത്രം. ദൂതന്മാർ അപ്രധാനികളല്ലെന്ന് 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനത്തെക്കുറിച്ച് നാം അവിടെ കാണും. അതിന് ദൈവം കൊടുത്ത മാന്യത, വാല്യൂ, അതിൻ്റെ ലംഘനത്തിന് ദൈവം ശിക്ഷ വിധിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നു. അപ്പോൾ ദൂതന്മാരെ താഴ്ത്തിക്കെട്ടുകയല്ല അവിടെ, പകരം മനുഷ്യന്റെ ഉത്കൃഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ നിസ്തുലതയും മനുഷ്യന്റെ ശ്രേഷ്ഠതയും രണ്ടും ഇവിടെ പ്രതിപാദിക്കുന്നു. മനുഷ്യന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ അതിൽ നിന്നും മനുഷ്യന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിന്റെ സ്ഥാനം ദൂതന്മാരെക്കാൾ വളരെ ശ്രേഷ്ഠമാണെന്ന്, ഉന്നതമാണെന്ന് നാം അവിടെ കണ്ടു 1-ാമത്തെ അധ്യായത്തിൽ നിന്ന്. 2-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് 5 തൊട്ട് 8 വരെ 1-14 ഈ 2 ഭാഗങ്ങളിൽ ദൂതന്മാരെക്കാൾ മനുഷ്യർക്കുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് നാം കാണുന്നു. അതിൽ 1-14 നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ് മനുഷ്യർ. ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ള മനുഷ്യരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വായിച്ച 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭാവി ലോകത്തെ ദൈവം കീഴാക്കി കൊടുത്തത്
ദൂതന്മാർക്കല്ല. സ്തോത്രം. ആ അർത്ഥത്തിലും നാം അവിടെ കാണുന്നു നമ്മുടെ സ്ഥാനം ദൂതന്മാരെക്കാൾ മുകളിലാണ്. സ്തോത്രം. എന്നാൽ എബ്രായ ലേഖന കർത്താവ് അവിടെ പറയുന്നത് ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന്. അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് കണ്ടു. ദൈവത്തെക്കാൾ നമ്മെ അല്പം മാത്രം താഴ്ത്തി. ഇനിയല്ല, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും അത് പദവി കൊണ്ടല്ല, അവസ്ഥ കൊണ്ടാണ്. ഇനി ദൂതന്മാരെക്കാൾ മനുഷ്യനെ ദൈവം അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു എന്ന എബ്രായ ലേഖനത്തിലെ ഭാഗം തന്നെ എടുത്താലും അത് പദവി കൊണ്ടോ അവകാശം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ല, പിന്നെ അവസ്ഥ കൊണ്ട് മാത്രമാണ്. അതും ശാരീരിക അവസ്ഥ കൊണ്ട് മാത്രം. സ്തോത്രം. ശാരീരിക അവസ്ഥ. എന്ന് വെച്ചാൽ ദൂതന്മാരെ ദൈവം ആത്മരൂപികളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തിലെ പൊടി കൊണ്ടാണ്. നശ്വരമായ വസ്തു കൊണ്ടാണ് മനുഷ്യ സൃഷ്ടി ദൈവം നടത്തിയത്. എന്നാൽ ദൂത സൃഷ്ടി അങ്ങനെയല്ല. ആ നിലയിൽ നമുക്ക് പറയാൻ പറ്റും, എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന്. സ്തോത്രം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അതിന്റെ അവസ്ഥ നാം കണ്ടു. ദൂതന്മാരെ ദൈവം ആത്മരൂപികളായി സൃഷ്ടിച്ചു. ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ സൃഷ്ടിപ്പിലാണ് ദൂതന്മാർ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠർ എന്ന് പറയാൻ സാധിക്കുക. അവർ അലൗകിക വസ്തുക്കളെ കൊണ്ട്, അനശ്വര വസ്തുക്കളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരെന്ന് പറയാം, ആത്മരൂപികൾ എന്ന് പറയാം. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭൗമ വസ്തുക്കൾ കൊണ്ടാണ്. പഞ്ചഭൗതിക വസ്തുക്കളാൽ നിർമ്മിതനാണ് മനുഷ്യൻ. സ്തോത്രം. പാപം ചെയ്താലും മരിക്കാത്ത അല്ലെങ്കിൽ അവസ്ഥാന്തരം സംഭവിക്കാത്ത ശരീരമാണ് ദൂതന്റേത്. എന്നാൽ മനുഷ്യന്റെ ശരീരമോ പാപം ചെയ്തത് നിമിത്തം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദ്രവത്വമുള്ളതായിട്ട് മനുഷ്യന്റെ ശരീരം മാറി. അവനെ സൃഷ്ടിച്ചത് അദ്രവത്വത്തിലായിരുന്നു, പക്ഷേ ഭൗതിക വസ്തുക്കൾ കൊണ്ട് തന്നെ. എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ മരണത്തിന് അധീനനായി തീർന്നു. അവനിലേക്ക് ദ്രവത്വം പ്രവേശിച്ചു. അതുകൊണ്ടാണ് റോമർ 8:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ ലോകത്തിന്റെ അടിമത്വത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. നമ്മളവിടെ കാണുന്നത് സൃഷ്ടി മൊത്തം തന്നെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ
അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ദ്രവത്വത്തിന്റെ ദാസ്യത്വം. അതുപോലെ മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു, വ്യർത്ഥതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സകല സൃഷ്ടിയുടെയും അവസ്ഥയാണ്. സകല സൃഷ്ടിയും അങ്ങനെ ആകുവാനുള്ള മൂല കാരണം മനുഷ്യനാണ്. സ്തോത്രം. മനുഷ്യന് ഉണ്ടായ വീഴ്ച സകല സൃഷ്ടിയെയും ബാധിച്ചു എന്നതാണ് സത്യം. അത് നമ്മൾ ഉൽപ്പത്തി 3-ാം അധ്യായം മുതൽ തന്നെ കാണുന്നുണ്ട്. റോമർ 8-ാമത്തെ അധ്യായത്തിലും അക്കാര്യം പൗലോസ്ലീഹ വിവരിച്ചു പറയുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ സൃഷ്ടിപ്പിൽ, സൃഷ്ടിച്ച വസ്തുവിൽ, ശരീരത്തിന്റെ ഘടനയിൽ ദൂതന്മാർ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരാണ്. ഇവിടെ പറയുന്ന ദൂതന്മാർ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരാണ്, വീണുപോയ ദൂതന്മാരല്ല. ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ, സ്വർഗീയ ദൂതന്മാർ. അപ്പോൾ അവിടെ ക്രിസ്തുവും ദൂതന്മാരും തമ്മിലുള്ള ഒരു താരതമ്യം 1-ാം അധ്യായത്തിൽ കണ്ടു. ഇവിടെ ഇപ്പോൾ മനുഷ്യനും ദൂതനും തമ്മിലുള്ള ഒരു താരതമ്യമാണ് കാണുന്നത്. സ്തോത്രം. അതിൽ സൃഷ്ടിപ്പിന്റെ അവസ്ഥയിൽ ദൂതന്മാർ ശ്രേഷ്ഠന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു കാര്യവും കൂടെയാണ് ഇവിടെ അപ്പോസ്തലൻ 5-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 5-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. സ്തോത്രം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. ഇതുപോലെ തന്നെ ദൂതന്മാരുടെ മറ്റൊരവസ്ഥ താഴേക്ക് 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അപ്പോസ്തലൻ പറയുന്നു, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല നമ്മുടെ കർത്താവായ യേശു വന്നതെന്ന്. അപ്പോൾ 1-14, 2-5, 16 വാക്യമല്ലേ അത്? ദൂതന്മാരെ വായിച്ചു. 16 കൂടെ ഒന്ന് വായിച്ച. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. സ്തോത്രം. ഇങ്ങനെ ഈ 3 വാക്യങ്ങളിൽ ദൂതന്മാരുടെ അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് മനുഷ്യർ എന്ന നിലയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യൻ പദവി കൊണ്ട് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ, മനുഷ്യന് ദൂതന്മാരുടെ മേൽ ഉള്ള ശ്രേഷ്ഠതയെ സംബന്ധിച്ച 3 കാര്യങ്ങൾ ഈ 3 വാക്യങ്ങളിൽ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. 1-14, 2-5, 16 വാക്യങ്ങൾ. അവർ 14-ാം വാക്യം 1-14 പറയുന്നു, നമുക്ക് സേവകാത്മാക്കളായി സഹായത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണ്. അവർ സേവകാത്മാക്കളാണ്. അർത്ഥം നമ്മൾ കണ്ടു. നമ്മുടെ വേലക്കാരായിട്ട്, ദാസന്മാരായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരൊന്നും അല്ല. നമുക്ക് വേണ്ടി ഡെപ്യൂട്ട് ചെയ്യപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി നിയമിതരാണ്. അതുകൊണ്ട്
ദൂതന്മാരെ നമ്മൾ നിയന്ത്രിക്കുമെന്ന അർത്ഥമല്ല അവിടെ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് പറയുന്നു, ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല മനുഷ്യർക്കത്രേ ദൈവം കീഴ്പ്പെടുത്തിയത്. 2:16 നമ്മൾ കണ്ടു, ദൂതന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ല യേശുക്രിസ്തു അയക്കപ്പെട്ടത്. അതേ സംബന്ധിച്ച് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം അവർക്ക് മാനസാന്തരത്തിന് അവസരം നൽകിയില്ല. അതേസമയം മനുഷ്യന് മാനസാന്തരത്തിന് അവസരം നൽകപ്പെട്ടു. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നരകമാണ് ഒരുക്കിയത്. എന്നാൽ മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയത് പ്രായശ്ചിത്തത്തിന്റെ കൊടുമുടിയായ കാൽവറി കുരിശാണ്. ദൂതന്മാര് പാപം ചെയ്തപ്പോൾ അവരെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ അങ്ങനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞില്ല. സ്തോത്രം. പകരം തൽക്കാലത്തേക്ക് അവനെ അവിടെ നിന്നും മാറ്റി. അതേ അവസ്ഥയിൽ അവൻ തുടരാതിരിക്കേണ്ടതിന് ജീവവൃക്ഷത്തിന്റെ ഫലം അവന് വിലക്കി. സ്തോത്രം. സൃഷ്ടിപ്പിൽ നമ്മൾ പറഞ്ഞു ദൂതന്മാർ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരാണെന്ന്. അവസ്ഥയിൽ, സത്യത്തിൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൻ പ്രദർശനമാണ് മനുഷ്യന്റെ സൃഷ്ടിയിൽ ഭൗമവസ്തുക്കളെ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. Does the creation of Lucifer have some earthly materials as mentioned in Ezekiel 28:13? സത്യത്തിൽ അത് ഒരു ആലങ്കാരികമായ പ്രയോഗമായിട്ട് നമുക്ക് കാണാം. അക്ഷരീയമായി അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് വീണമീട്ടുന്ന ചിറകുകളുള്ള ആ നിലയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ സൂചനകളൊന്നുമില്ല. ഭൗമവസ്തുക്കളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവയ്ക്ക് ക്ഷതം സംഭവിച്ചേനെ. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നുന്നു, ഒരു സ്ഥലത്ത് തീ ഇറക്കിയ സന്ദേശമെന്നും പറഞ്ഞ് ഒരു ക്യാപ്ഷൻ കണ്ടുകൊണ്ട് ചുമ്മാതെ ഞങ്ങളിങ്ങനെ ഇന്നലെ രാത്രി യോഗം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ അതിൽ ഒരാൾ പ്രസംഗകൻ പറഞ്ഞത്, ലൂസിഫർ നേരത്തെ 6 ചിറകുള്ള, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രത്യേകമായ വസ്തുക്കളെ കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട വളരെ വിലപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ അവന്റെ 6 ചിറകും ദൈവം അരിഞ്ഞിട്ടു. ഇപ്പം അവന് ചിറകൊന്നും ഇല്ല എന്ന നിലകളിൽ. അതെല്ലാം പ്രസംഗകന്റെ ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. എസെക്കിയേൽ, തീർച്ചയായിട്ടും യെഹെസ്കേലിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെഹെസ്കേലിലാകട്ടെ യെശയ്യാവിലാകട്ടെ സാത്താനെ കുറിച്ച് പറയുന്ന ആ ഭാഗങ്ങൾ
അക്കാലത്തുണ്ടായിരുന്ന ചില രാജാക്കന്മാരെ കുറിച്ചും കൂടെ ഉള്ള പരാമർശങ്ങളാണ്. ആ രണ്ട് അർത്ഥങ്ങൾ അവിടെ ഉണ്ട്. ആ ഭാഗങ്ങൾ വായിച്ചാൽ ലൂസിഫറിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നാം കാണുന്നത്. അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഭൂമിയിലെ മുത്തുകള്, രത്നങ്ങള്, അത് അങ്ങനെയുള്ള സംഗതികളൊക്കെ. ഇനിയും അതുപോലും ഭൂമിയിലേതാകണമെന്നുമില്ല. ഭൗമവസ്തുക്കൾ ഇനിയും അങ്ങനെയുള്ള രത്നങ്ങളോ മുത്തുകളോ കണ്ടായിരുന്നു അവനെ സൃഷ്ടിച്ചിരുന്നത്. അക്ഷരീയമായിട്ട് തന്നെ നമ്മൾ ആ ഭാഗം എടുത്താലും അത് ഭൂമിയിലെ വസ്തുക്കളാകണം എന്നില്ല. അതായത് സ്വർഗത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു, വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ പുതിയ യെരുശലേമിനെ കുറിച്ച്. അവിടുത്തെ മുത്തുകൾ, രത്നങ്ങളൊക്കെ അത് അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഒത്തിരി വലുതാണ്. അതിനേക്കാൾ ഏറ്റവും അവിടെ ഉള്ളതിൽ ഏറ്റവും താഴത്തേത് തെരുവീഥി ഉണ്ടാക്കിയിരിക്കുന്ന തനി തങ്കം. പക്ഷേ ആ തങ്കം എന്നാണ് അതിന് പേരെങ്കിലും, അല്ലെങ്കിൽ പൊന്ന്, തങ്കം, സ്വർണം എന്നൊക്കെയാണ് അതിന് പേരെങ്കിലും ഭൗമവസ്തു ആണോ അത്? ഭൂമിയിലെ തങ്കമോ പൊന്നോ സ്വർണമോ ആണോ അത്? അല്ല. കാരണം അങ്ങനെയുള്ള ഒരു തങ്കം ഭൂമിയിലില്ല. വീഥി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാണ്. അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വച്ഛമായ ദർപ്പണം, കണ്ണാടി പോലെ അപ്പുറവും ഇപ്പുറവും കാണത്തക്ക സുതാര്യമായ ഒരു തങ്കം. അങ്ങനെ ഒരു സാധനം ഭൂമിയിൽ ഇല്ല. അപ്പോൾ സ്വർഗത്തിൽ പുതിയ യെരുശലേം എന്ന നഗരം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിലെ വീഥി തന്നെ തനിത്തങ്കം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ പേരുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇതിൻ്റെ എല്ലാം പണിക്ക് വേണ്ടി ദൈവം ഭൂമിയിൽ നിന്നാണോ അങ്ങോട്ട് രത്നവും മുത്തും കല്ലും തനിത്തങ്കവും ഒക്കെ കൊണ്ടുപോയത്? അല്ല. അതുകൊണ്ട് അവയെ നമുക്ക് ഭൗമവസ്തുക്കൾ എന്ന് വിളിക്കാനും പറ്റുന്നില്ല. കാരണം അതെല്ലാം സ്വർഗീയമായ ഘടകങ്ങളാണ്. ഇതുപോലെ ലൂസിഫറിനെ ഈ അക്ഷരീയമായ ലോഹങ്ങൾ കൊണ്ട്, ധാതുക്കൾ കൊണ്ട്, ലോഹങ്ങൾ കൊണ്ട്, ധാതുക്കൾ ഹിന്ദിയായിപ്പോയി, ലോഹങ്ങൾ കൊണ്ട്, മണികൾ കൊണ്ട്, മുത്തുകൾ കൊണ്ട്, കനകം കൊണ്ട്, രത്നം കൊണ്ടൊക്കെ സൃഷ്ടിച്ചു എന്ന് വന്നാലും അവ ഭൗമവസ്തുക്കളായി നമുക്ക് കാണാൻ പറ്റില്ല. ഭൂമിയിൽ നിന്നുള്ളവയല്ല. ഭൂമിയിൽ നിന്നുള്ളവയല്ല. അതേസമയം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൊണ്ടാണ്. ദൂതന്മാരെ ഒരുപക്ഷെ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് സൃഷ്ടിച്ചു എന്ന് വന്നു. അപ്പോൾ ഭൗമവസ്തുക്കൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പ്രകാരം ദൂത സൃഷ്ടിക്ക് വേണ്ടി, ലൂസിഫർ ഉൾപ്പെടെ ഉള്ളവരുടെ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിലെ വസ്തുക്കളായിരുന്നില്ല. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടിയുണ്ട്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. നിലത്തെ
പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നിലത്തെ പൊടി. നമ്മള് ചിലപ്പോൾ പ്രസംഗിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളും അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത്. എന്ന് വെച്ചാൽ ദൈവം വന്നു, കുറെ മണ്ണെടുത്തു, അത് കുഴച്ചിട്ട് ഒരു രൂപം, ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അത് ഉണങ്ങാനൊക്കെ വെച്ച് കാണും. ഇനിയും പോട്ടെ, ഉണങ്ങാൻ വെച്ചില്ലെങ്കിലും ഒരു മണ്ണ് കുഴച്ച ശില്പമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ചിന്ത ഏതായിരിക്കും. എന്നാൽ തിരുവെഴുത്ത് എന്താ പറയുന്നത്? 2-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ നമ്മൾ എന്താ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുന്നത്? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. പൊടിയുണ്ടാ, മണ്ണു കുഴച്ച് കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതായിട്ടൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. സ്തോത്രം. 2-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. നിലത്തെ പൊടി കൊണ്ട്. ഓക്കെ, ബെസ്റ്റ്. പ്രൈസ് ഗോഡ്. നിലത്തെ പൊടി കൊണ്ട്. ഈ പൊടി ഒരല്പം എടുത്ത് സാധാരണ നമ്മൾ ആരെങ്കിലും ഊതിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. എപ്പോഴെങ്കിലും, കുറഞ്ഞ പക്ഷം കുഞ്ഞുനാളുകളിലെങ്കിലും പൊടിയേൽ ഊതിയിട്ട് അതിൻ്റെ പരിണിത ഫലമൊക്കെ അനുഭവിച്ചു വരാം. മൂക്കിലും കണ്ണിലും വായിലും ചെവിയിലും ഒക്കെ കയറിയിട്ടുണ്ട്. വലുതായതിനു ശേഷവും ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ നമുക്ക് പിണഞ്ഞിട്ടുണ്ടാവാം. അവിടെയാണ് നമ്മുടെ സ്രഷ്ടാവിന്റെ മഹത്വം. നിലത്തെ പൊടി. സ്തോത്രം. ആദാമിനെ ശപിക്കുന്ന സമയത്തും കർത്താവ് അത് തന്നെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം നീ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും. എന്നിട്ട് നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നീ പൊടിയാകുന്നു. നീ കുഴച്ച കളിമണ്ണൊന്നുമല്ല, നീ പൊടിയാകുന്നു. പൊടിയിൽ തിരികെ ചേരും. സ്തോത്രം. അതുകൊണ്ടാ ശലോമോനും പറഞ്ഞത്, പൊടി പണ്ടായിരുന്നതുപോലെ. മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാ ശവമടക്ക സമയത്ത് ചില പാസ്റ്റർമാര് പറയുന്നത്, നിന്നെ നിലത്തെ പൊടിയിൽ നിന്നും എടുത്തിരിക്കയാൽ അതേ നിലത്തിലേക്ക്, ഭൂമിയിലേക്ക് നിന്നെ മടക്കി തരും. എന്നിട്ട് ഒരു നുള്ളു മണ്ണ് വാരിയിട്ടിട്ട് പറയും, നീ മനുഷ്യ, നീ പൊടിയാകും, പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്ന് അരുളി ചെയ്ത സ്രഷ്ടാവിന്റെ വചനം പോലെ ഞങ്ങൾ പൂഴിയെ പൂഴിക്കും, മണ്ണിനെ മണ്ണിനുമായി തിരികെ തരും. ഊതിയാൽ പറക്കുന്ന പൊടിയുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, സ്തോത്രം, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണത്. വിവരിക്കുവാൻ ഞാൻ പര്യാപ്തനല്ല. സ്തോത്രം. നീ കൈവെള്ളയിലെടുത്ത ഒരു അല്പം പൂഴി
പൊടിയെടുത്തിട്ട് മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കി അങ്ങനെ ഊതി മനുഷ്യനെ ജീവനുള്ളവനാക്കിയെന്നാണോ, അതോ മനുഷ്യന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ഒരു സംഗതി ഉണ്ടാക്കി പിന്നെ അതിനെ ജീവനുള്ള ദേഹിയാക്കിയെന്നാണോ? ഒരു പിടുത്തമില്ല. സ്തോത്രം. ബൈബിൾ അത് പറയാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാതെ, എങ്ങനെയും ആകട്ടെ, ഏതായാലും ഈ പൊടിയിലാണ് കർത്താവ് ഊതിയത്. ഊതിയപ്പോൾ ആ പൊടി പറക്കുന്നതിന് പകരം ആ പൊടിയുടെ ഇടയിലൂടെ ആ ഊത്ത്, ആ ശ്വാസം മനുഷ്യന്റെ മുഴുവൻ ശരീരത്തിലേക്കും പടർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ വസ്തു, നമ്മള് ഇഡലിയും ദോശയും ഉണ്ടാക്കണമെങ്കിൽ രണ്ടിനും ചേരുവ രണ്ടാണ്, രണ്ടിനും അരയ്ക്കുന്ന പരിവവും രണ്ടാണ്. പിന്നെ ഇഡലിയുടെ മാവ് കൊണ്ട് ചിലപ്പം ദോശ ഉണ്ടാക്കുമെന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ രണ്ടും രണ്ടാണ്. എന്നാൽ ഇവിടെ കണ്ടോ, ഭയങ്കര ബലമുള്ള എല്ലും പല്ലും ഉണ്ടാക്കപ്പെട്ട അതേ പൊടി കൊണ്ടാണ് ശരീരത്തിലെ മുഴുവൻ പ്ലംബിംഗ് സിസ്റ്റവുമായ നെർവസ് സിസ്റ്റംസ് മുഴുവനും ഉണ്ടാക്കിയത്. അതേ പൊടി കൊണ്ടാണ് വളരെ ലോലമായ നമ്മുടെ കരള്, അരിപ്പ പോലിരിക്കുന്ന നമ്മുടെ കിഡ്നിയും ലങ്സും, എന്തെല്ലാം ചിപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്ന എന്തോ ഒരു മെമ്മറി, കമ്പ്യൂട്ടറിന്റെ ഭാഷയിലാണ്, ഡേറ്റ സ്വീകരിച്ചു വെക്കാൻ കഴിയുന്ന തരത്തിൽ വിശാലമായ തലച്ചോറ്. സ്തോത്രം. ഇതേ പൊടി കൊണ്ട് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ മാംസത്തെ പൊതിയുന്ന ത്വക്ക്, ഇതേ പൊടി കൊണ്ട് തന്നെ ഈ പ്ലംബിംഗ് സിസ്റ്റത്തിലൂടെ ഓടി നടക്കാൻ കഴിയുന്ന ദ്രാവക രൂപത്തിലെ രക്തം. സ്തോത്രം. ഓർത്ത് നോക്കിയേ, ഞാൻ ചില സമയത്തൊക്കെ ഓർത്തിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ്, തൂക്കം, പ്രവർത്തനം ഒക്കെ അതും കൂടെ ഇതിനോടൊന്ന് താരതമ്യപ്പെടുത്താം. എല്ലാറ്റിനും ഇവയെല്ലാം സൃഷ്ടി ചെയ്ത മൂലവസ്തു നിലത്തിലെ പൊടിയാണ്. ഈ സ്രഷ്ടാവല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു അന്ന് ഊതിയതെങ്കിൽ ഇന്നും കണ്ണീന്നും മൂക്കിന്നും ആ പൊടി ഇറങ്ങിപ്പോകത്തില്ലായിരുന്നു. സ്തോത്രം. ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇതുപോലെയുള്ള ഭൂമിയിലെ വസ്തുക്കളെ കൊണ്ടല്ല ദൂതന്മാരെ, ലൂസിഫർ ഉൾപ്പെടെ ഉള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ പാപം ചെയ്തപ്പോഴും സ്ഥാനമാറ്റം സംഭവിച്ചു, സ്ഥാനഭ്രംശം സംഭവിച്ചു. പക്ഷേ അവരുടെ ദൂതന്മാരുടെ ആ അവസ്ഥയ്ക്ക്, അദ്രവത്വ അവസ്ഥയ്ക്ക് ഒന്നും കേട് സംഭവിച്ചില്ല. സ്തോത്രം. അവിടെ പോലും ആ സൃഷ്ടി ചെയ്യുവാൻ ഈ പഞ്ചഭൗതിക വസ്തുക്കൾ നമുക്ക് വേണ്ടി ഉപയോഗിച്ചതിൽ പോലും വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ നിസ്തുലമായ സ്നേഹമാണ്,
കരുണയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം, സ്നേഹം, കരുണ എന്നിവയെല്ലാം നമ്മെ മണ്ണുകൊണ്ട് മെനഞ്ഞതിൽ പോലും തെളിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഈ സ്നേഹമോ ഈ കരുണയോ ഒന്നും ദൂത സൃഷ്ടിയിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദൂത സൃഷ്ടിയിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നല്ലേ അവനെ വീണ്ടെടുക്കുന്ന വിഷയത്തെ കുറിച്ചുള്ളത്? ഇല്ല, അതില്ല. അതാണ് നാം 2:16 വായിച്ചത്. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല യേശുക്രിസ്തു വന്നത്. ദൂതന്മാർ പാപം ചെയ്യാഞ്ഞിട്ടല്ല, രക്ഷ ആവശ്യമുള്ള ദൂതന്മാരില്ലാഞ്ഞിട്ടുമല്ല. എന്നാൽ അവരെ സംരക്ഷണ ചെയ്യുവാൻ ദൈവത്തിന് ആദി മുതലേ അല്ല അനാദി മുതലേ പദ്ധതി ഇല്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൂതന്മാരുടെ മുകളിൽ മനുഷ്യന്റെ ശ്രേഷ്ഠതയെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്തോത്രം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായി അത് രക്ഷ, ശുശ്രൂഷ, വീണ്ടെടുപ്പ്, പിന്നെ വാഗ്ദത്തം. സ്തോത്രം. ദൂതന്മാർക്ക് ആർക്കെങ്കിലും എന്തിൻ്റെയെങ്കിലും വാഗ്ദത്തം ഉണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യനോ? മനുഷ്യൻ പാപം ചെയ്ത അന്ന് തന്നെ മനുഷ്യന് ഏറ്റവും വലിയ വാഗ്ദത്തം ലഭിച്ചു. സ്ത്രീയുടെ സന്തതി. ഇവിടെ 2-ാം അധ്യായം എബ്രായ ലേഖനത്തിന്റെ 5-ാം വാക്യത്തിലും നമുക്കൊരു വാഗ്ദത്തമുണ്ട്. എന്താ നമുക്കുള്ള വാഗ്ദത്തം? ഈ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുവാനുള്ള ലോകം, ആ വരുവാനുള്ള ലോകത്തിൽ വാഴ്ച നടത്താനുള്ള അധികാരം. 2 വാഗ്ദത്തങ്ങൾ നമുക്ക് 5-ാം വാക്യത്തിലുണ്ട്. ദൂതന്മാർക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ദൈവം ദൂതന്മാരെ പോലും സ്നേഹിച്ചിട്ടില്ല. ദൈവം കേവലം മനുഷ്യരെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഈ വാക്യങ്ങളെല്ലാം അതിന് തെളിവുകളായിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് ദൂതന്മാരോട് സ്നേഹം ഇല്ല. സ്നേഹമല്ല ദൂതന്മാരോട് ദൈവത്തിനുള്ളത്. സ്തോത്രം. അവർക്ക് യാതൊരു വാഗ്ദത്തങ്ങളും നൽകപ്പെട്ടിട്ടില്ല. ദൂതന്മാർക്ക് യാതൊരു വാഗ്ദത്തങ്ങളും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് മശിഹായുടെ വാഗ്ദത്തം തുടങ്ങി. ഇപ്പോൾ ഇവിടെ 2:5 നമ്മൾ കണ്ട സ്തോത്രം, ഭാവി ലോകത്തിൻ്റെയും ആ ഭാവി ലോകത്തിൻ്റെ മേൽ നടത്തപ്പെടാൻ ഉള്ള അധികാരത്തിൻ്റെയും വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു.
ഈ വിധമായ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കെ നമ്മൾ വെറും താൽക്കാലികമായ കാര്യങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ അമിതമായി ആശ്രയിച്ച് ഇവയിൽ നിന്നും തെറ്റിപ്പോകുന്നില്ലയോ എന്ന് ഭയപ്പെടുകയാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെന്ന് കരുതുന്നു. അപ്പോൾ ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നാം ഏത് ഭാവി ലോകത്തെയാണ്? രണ്ടിന്റെ 5 പറയുന്നത് ഏത് ഭാവി ലോകത്തെയെന്ന? രണ്ടിന്റെ 5 പറയുന്ന ഭാവി ലോകം After this world, അല്ല, അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് വാക്യം എങ്ങനെയാ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. സ്തോത്രം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അത് ഏതാണ് ആ ഭാവി ലോകം? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം 1000 ആണ്ട് വാഴ്ചയിൽ തുടങ്ങുന്ന the future world begins with millennium. സ്തോത്രം. Which will continue to eternity. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ ആരംഭിക്കുന്ന ഭാവി ലോകം നിത്യതയോളം നീണ്ടുകിടക്കുന്ന തുടരുന്ന ഭാവി ലോകം. ആയിരം ആണ്ട് വാഴ്ച നമ്മൾ പഠിച്ചതാണല്ലോ. അത് ഈ ഭൂമിയിൽ തന്നെയാണ്. എന്നാൽ നിത്യത പുതുവാന ഭൂമികളിലാണ്. സ്തോത്രം. അപ്പോൾ അവിടെയും നമ്മൾ, ഭാവിയിലും നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരായിരിക്കും. സ്തോത്രം. നമ്മള് സ്നാനസമയത്തൊക്കെ പാടുന്ന പാട്ടുണ്ടല്ലോ, ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഇപ്പോഴും ഭാവിയിലും നാം ദൂതരേക്കാൾ ശ്രേഷ്ഠർ. സ്തോത്രം. ദൈവം ദൂതന്മാരെ സ്നേഹിക്കാതിരുന്നപ്പോൾ നമ്മെ ദൈവം സ്നേഹിച്ചു. ദൂതന്മാർക്ക് രക്ഷിക്കപ്പെടുവാൻ അവസരം ഇല്ലാതെ ഇരുന്നപ്പോൾ ദൈവം അത് നമുക്ക് നൽകി. സ്തോത്രം. അവർക്ക് മാനസാന്തരത്തിന് ഇടമില്ലാത്തപ്പോൾ നമുക്ക് അതിനവസരത്തെ ദൈവം തന്നു. അവർക്ക് വേണ്ടി പാപം ചെയ്തപ്പോൾ നിത്യ നരകമൊരുക്കിയ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിനെ തയ്യാറാക്കി. സ്തോത്രം. അവരോടാരോടും ദൈവത്തിന്, ദൂതന്മാരോടാരോടും സ്നേഹം തോന്നാതിരുന്നപ്പോൾ വെറും പൊടിയിൽ നിന്നും ഉള്ളവരായ നമ്മോട് ദൈവത്തിന് സ്നേഹം തോന്നി. അതുകൊണ്ടാ ഇയ്യോബിന്റെ സ്നേഹിതൻ പറഞ്ഞത്, പൊടിയിൽ നിന്നും ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യൻ.
അങ്ങനെയുള്ള നമ്മോട് ദൈവത്തിന് സ്നേഹം തോന്നി. വെറുതെ സ്നേഹം തോന്നുക മാത്രമല്ല, സ്നേഹം നിമിത്തം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതും ഒന്നും പോരാ എന്ന് വന്നിട്ട് നമുക്ക് ഒരു ഭാവി ലോകത്തിന്റെ പ്രത്യാശയും വാഗ്ദത്തവും കൂടെ നൽകിയിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി. സ്തോത്രം. നമ്മുടെ ശ്രേഷ്ഠതയെ തിരിച്ചറിഞ്ഞു നമുക്കുള്ള വാഗ്ദത്തത്തിന്റെ ഭാവി പ്രത്യാശയിൽ അതിന്റെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.